റഷ്യ ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ റഷ്യ പണ്ടും അങ്ങനെ തന്നെ പേടിക്കേണ്ട രാജ്യം തന്നെയാണ്. വിഷയങ്ങൾക്കകത്ത് കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നു, വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നു. ഇപ്പം ലാഗിങ് ഒന്നുമില്ല. ഇപ്പം തീരുമാനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ യുക്രൈൻ റഷ്യ വാറിനകത്ത് പലവട്ടം വിരട്ടി നോക്കി ട്രംപ് വന്നതിന് ശേഷം അവസാനം ട്രംപിനടുത്ത് 1-2 ചർച്ച കഴിഞ്ഞപ്പോൾ ട്രംപിന് മനസ്സിലായി ഇയാളുടെ അടുത്ത് ഒരു കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ നിലപാടിൽ നിന്ന് അയാൾ മാറത്തില്ല. അവസാനം ഉക്രൈൻ്റെ ഇത് പറഞ്ഞിട്ട് അയാൾ പറയുന്നവണ്ണം ചെയ്ത് നീ ഇതിനകത്ത് ഊരിപ്പാൻ നോക്ക് എന്നുള്ള രീതിയിൽ ട്രംപ് തീരുമാനിച്ച തീരുമാനമാണ്. ഇപ്പോൾ യുക്രൈൻ റഷ്യ വാർ അതിൻ്റെ അവസ്ഥയിൽ ഞങ്ങൾ പറയുന്നിടത്ത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം തീർത്താൽ മതി, അല്ലെങ്കിൽ യുക്രൈനകത്ത് നാറ്റോ സഖ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവത്തില്ല. അതിനുശേഷം ഈ ഇടപെടുന്നവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കറിയാം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഭയക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആര് സഹായിക്കുന്നു ഉക്രൈനെ, ആര് സഹായിക്കുന്നു, യുദ്ധം ഏത് രീതിയിൽ സഹായിക്കുന്നു എന്ന് കണ്ടെത്തി ആ ഘടകങ്ങൾ മൊത്തം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതായത് ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പം അല്ലെങ്കിൽ റഷ്യ പോകുന്നതെന്നാണ് യൂറോപ്യൻ യൂണിയൻ ലോകരാജ്യങ്ങൾ പറയുന്നത്. റഷ്യ സാറ്റലൈറ്റുകൾ തകർക്കാനുള്ള ഉപകരണം അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് വരുന്നത്. റഷ്യ അത് സമ്മതിച്ചിട്ടില്ല. സാറ്റലൈറ്റുകൾ തകർക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് സോൺ ഇഫക്റ്റ് എന്നാണ്. ഇത് അദ്ദേഹം പറയുന്നത് ഉക്രൈനെ ഇപ്പം സഹായിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധത്തിന് സഹായിക്കുന്നത്, ശത്രുവിൻ്റെ രഹസ്യ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ ആ ഉപഗ്രഹങ്ങളാണ്. ആ ഉപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മസ്കിൻ്റെ ഈ ഇതുണ്ടല്ലോ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളാണ്. അത് തകർക്കാൻ പുള്ളി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്.